യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായും തിരഞ്ഞെടുത്ത നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ നാമം, അതെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവന്റെ നാമം തന്നെ ഇന്ന് വൈകുന്നേരം വാഴ്ത്തപ്പെടട്ടെ. ഈ അനുഗ്രഹീതമായ സമയം നമുക്ക് ഈ ആഴ്ചയുടെ നമ്മുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ ആദ്യത്തെ ദിവസം തിരുവചന വിചിന്തനത്തിനായി അടുത്തു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ അഭിവാദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മോട് കരുണ ചെയ്ത് നമ്മുടെ ആയുസ്സിനെ ഇതുവരെ ദീർഘമാക്കി ദൈവത്തോടുള്ള സഖിത്വത്തിൽ വസിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. സ്തോത്രം. നാം സുബോധത്തോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നിരക്കേണ്ടവരോട് നിരന്നും മാനസാന്തരപ്പെടേണ്ട വിഷയങ്ങളിൽ മാനസാന്തരപ്പെട്ടും നമ്മുടെ കർത്താവിന്റെ ഏത് നിമിഷവും ഉള്ള വരവിനായിട്ട് ഒരുങ്ങിക്കൊണ്ട് ആയിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ഞാനിപ്പോൾ സംസാരിച്ച ചില വ്യക്തികൾ അവര് കോമായിൽ സുബോധം നഷ്ടപ്പെട്ടവരായി, എന്തെങ്കിലും പറയണമെങ്കിൽ പറയുവാൻ ഉള്ളിൽ ബോധമുണ്ടെങ്കിൽ പോലും പുറമേ പറവാൻ കഴിയാത്തവരായിട്ടൊക്കെ ആയിരിക്കുന്നത് കാണുന്നു. അപകടങ്ങളിൽ ചിലർ അങ്ങനെയായി തീരുന്നു. ചിലർ വളരെ സ്വസ്ഥതയോടെ രാത്രിയിൽ കിടക്കുന്നു, പക്ഷേ രാവിലെ അവർ എഴുന്നേൽക്കുന്നില്ല. ഉറക്കത്തിൽ തന്നെ അവരുടെ ജീവിതം അവസാനിക്കുന്നു. നമ്മുടെയൊന്നും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നിത്യത നഷ്ടപ്പെടാൻ ഇടയാകാത്തതുപോലെ നാം സുബോധത്തോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ പൂർണ്ണ വിശുദ്ധിയോടെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങി ജീവിപ്പാൻ ഇടയാകേണ്ടതിന് ഈ കാര്യം ഞാൻ ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ടാ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് ഞാൻ ചില സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് കണ്ടുപിടിച്ച് പരിഹാരം കാണാൻ ഒരവസരം നമുക്ക് ലഭിക്കാതെ പോകരുത്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സുബോധത്തോടെ ആയിരിക്കുന്ന ഈ സമയം നമ്മുടെ അവസാന നിമിഷങ്ങളാണെന്നുള്ള ചിന്തയോടുകൂടെ തന്നെ പൂർണ്ണ ദൈവിക ബന്ധത്തിൽ നമുക്ക് കഴിയുവാൻ ഇടവരുത്തട്ടെ എന്ന് ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ പറഞ്ഞ ആശയം നിങ്ങളോളം എത്തിക്കാണും എന്ന് ഞാൻ കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായമായിരുന്നുവല്ലോ നമ്മുടെ പ്രതിപാദന വിഷയം. അതിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ല എന്നാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ് വരെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. നാം അതിൽ കണ്ടു, വെളിപ്പാട് പുസ്തകത്തിന്റെ 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ ഭാവി സംഭവങ്ങളുടെ ക്രോഡീകരണമാണ്. 4 to 22 chapters in Revelation speak about or summarizes the future events. അതിൽ 6-ാം അധ്യായം മുതൽ 7 മുദ്രകൾ കുഞ്ഞാട് തുറക്കുന്നതും 7 കാഹളങ്ങൾ ദൂതന്മാർ ഊതുന്നതും 7 ബൗൾസ് കലശങ്ങൾ ദൂതന്മാർ ഒഴിക്കുന്നതും, അങ്ങനെയുള്ള 3 ന്യായവിധികളുടെ പരമ്പരകൾ
നാം കാണുന്നുണ്ട്. ആകാശത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെ അഗാധകൂപത്തിലും ഒക്കെ പല അത്ഭുതങ്ങളും പല അടയാളങ്ങളും നടക്കുന്നു. പ്രകൃതി ശക്തികളിൽ, മനുഷ്യരിൽ, ഭൂമിയിൽ, സമുദ്രത്തിൽ, ആകാശത്തിലൊക്കെ പല ലക്ഷണങ്ങളും കാണുന്നു. ഇവയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ ഈ അധ്യായങ്ങളിൽ നിന്നും സാധിക്കും. അതിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവപിതാവിന്റെ കൈകളിൽ നിന്ന് കുഞ്ഞാടായ ക്രിസ്തു 7 മുദ്രകളാൽ അടച്ച് മുദ്രയിട്ടിരുന്ന പുസ്തകം വാങ്ങുന്നു. അതിന്റെ മുദ്രകൾ ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കുന്നു. സ്തോത്രം. ആ ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓരോ സംഭവ വികാസങ്ങളും സംഭവ പരമ്പരകളും നാം അവിടെ കാണുന്നുണ്ട്. ഏതാണ്ട് അതിനോട് സമാന്തരമായ സംഭവങ്ങളാണ് 7 കാഹള ന്യായവിധികളിലൂടെയും സംഭവിക്കുന്നത്. സ്തോത്രം. അതായിരുന്നു നാം 8-ാമത്തെ അധ്യായത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. അപ്പം 8-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള കാഹളങ്ങൾ ഊതുന്നു. 1 മുതൽ 4 വരെയുള്ള കാഹളങ്ങൾ. അപ്പോൾ ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നു. We don't know whether they are chronologically or thematically. പക്ഷേ ചില സമാനതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. When the Lamb of God, Jesus Christ, opened up the first 4 seals in chapter 6, first 4 seals, there we saw judgments, 4 judgments against the earth, okay, bringing a death, tyranny, war, and famine upon the earth. In the same way, during the first 4 trumpets in chapter 8, we see there were ecological destructions of vegetation, sea, fresh waters, and even in the sky. സമാനതകൾ നമുക്കുണ്ട്. 6-ാം അധ്യായത്തിൽ 7 മുദ്രകളിലെ ആദ്യത്തെ 4 തുറന്നപ്പോൾ അവിടെ നാം കാണുന്നത് ഭൂമിമേൽ ഉണ്ടാകുന്ന 4 വിധമായ ന്യായവിധികളാണ്. ആത്യന്തികമായി മരണത്തിന് മുമ്പ് അവിടെ നാം കാണുന്നത് വല്ലാത്ത അസമാധാനം, ഉഴച്ചലുകൾ, യുദ്ധം, ക്ഷാമം, ഇവയെല്ലാം മരണത്തിൽ കലാശിക്കുന്നു ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ. അതുപോലെ തന്നെ 8-ാം അധ്യായത്തിൽ ആദ്യത്തെ 4 ദൂതന്മാർ കാഹളമൂതുമ്പോൾ സംഭവിക്കുന്ന 4 ന്യായവിധികൾ ഭൂമിയിലെ ഹരിതലോകത്തെ, അതിന്റെ 1/3, പിന്നെ സമുദ്രം, അതിലുള്ള 1/3, പിന്നെ ഫ്രഷ് വാട്ടർ സോഴ്സസ്, കുടിവെള്ളവുമായി ബന്ധപ്പെട്ട സ്രോതസ്സുകളെ, ഒടുവിലായി ആകാശത്തില്, ഇങ്ങനെയെല്ലാം ആദ്യത്തെ 3
മുദ്രകൾ പൊട്ടിക്കുന്നതും 4 മുദ്രകൾ പൊട്ടിക്കുന്നതും ആദ്യത്തെ 4 കാഹള ന്യായവിധികളും ഏതാണ്ട് ഒരേപോലെയുള്ള സംഭവങ്ങൾ ന്യായവിധികളായിട്ട് നടക്കുവാൻ അനുവദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് 4ഉം ഈ 2 സംഭവങ്ങളും ഏതാണ്ട് ഒരേപോലെ നടക്കുന്നവയാണ് എന്ന് കരുതിക്കൂടാ. ഒന്നിന് പിറകെ ഒന്ന് കഴിഞ്ഞൊന്ന് സംഭവിക്കുന്നു എന്നതിനേക്കാൾ സമാന്തരമായി നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഉത്തമമായിരിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? സ്തോത്രം. ഓക്കെ. എന്നാൽ ഒടുവിലത്തെ 3 മുദ്രകൾ, അതുപോലെ ഒടുവിലത്തെ 3 കാഹള ന്യായവിധികൾ, അവയിൽ നാം കാണുന്നതും ഏതാണ്ട് ഒരേപോലെയുള്ള സംഭവങ്ങളാണ്. ഒടുവിലത്തെ 3 മുദ്രാഭേദനത്തിൽ നാം കാണുന്നത് രക്തസാക്ഷികളുടെ നിലവിളി, പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ, അതുപോലെ തന്നെ 7 കാഹളങ്ങൾക്ക് വേണ്ടി ഒരു തയ്യാറെടുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം അവിടെ കാണുന്നത്. ഡ്യൂറിങ് ദ ലാസ്റ്റ് 3 seals, they focus mainly upon the heaven. When we listen to the cry of the martyrs, they were not in the earth, but under the altar. So the scenery is in heaven. And also some heavenly preludes to the 7 trumpets. And the throne of God, or the enthroned God the Father, and the furious lamp of God, they are revealed, and their revelation also in heaven. ഒടുവിലത്തെ 3 മുദ്രാഭേദനങ്ങളിൽ രംഗം സ്വർഗമായിട്ട് മാറുന്നു. അവിടുത്തെ കാഴ്ചകൾ ഭൂമിയിലേതല്ല, സ്വർഗത്തിലേതാണ്. രക്തസാക്ഷികളുടെ ആത്മാക്കൾ നിലവിളിക്കുന്നത് സ്വർഗത്തിലെ യാഗപീഠത്തിന്റെ കീഴിലാണ്. ദൈവപിതാവും ദൈവകുഞ്ഞാടും സ്വർഗത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതിന്റെ ചില പരിണിത ഫലങ്ങൾ ഭൂമിയിലെ മനുഷ്യരിൽ ഉണ്ടാകുന്നു, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7ാമത്തെ കാഹളനാദത്തിങ്കൽ 7ാമത്തെ മുദ്രാഭേദനത്തിങ്കൽ 7 കാഹളങ്ങളുള്ള ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ഒടുവിലത്തെ 3 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ സ്വർഗവുമായി ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ ഒടുവിലത്തെ 3 കാഹളങ്ങൾ ഊതുമ്പോൾ, വെളിപ്പാട് പുസ്തകം 9ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഒടുവിലത്തെ 3 കാഹളങ്ങൾ ഊതുമ്പോൾ ഭീകരമായ സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്ന് 8:13 നമ്മൾ കണ്ടു. 3 കഷ്ടങ്ങൾ ഇതുവരെ സംഭവിച്ചതിനേക്കാൾ ഭീകരമായത്. ന്യായവിധിയുടെ തീവ്രത കൂടുകയാണ്. ന്യായവിധിയുടെ രംഗങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവുന്നു. കൂടെ വരുന്നുണ്ടല്ലോ നിങ്ങൾ? സ്തോത്രം. So the intensity of judgment increasing here during the last 3 trumpets. ഒടുവിലത്തെ 3 കാഹളങ്ങളുടെ നാദം മുഴങ്ങുമ്പോൾ ന്യായവിധിയുടെ തീവ്രതയും ഭീകരതയും വർദ്ധിക്കുന്നു. അതാണ് നാം കാണുന്നത്. സ്തോത്രം. നരകത്തെ കാണുന്നു,
ഡീമൻസിനെ, പിശാചുക്കളെ കാണുന്നു. ഒടുവിലത്തെ 3 കാഹള ന്യായവിധിയുടെ സമയത്ത് നരകവും ദുരാത്മാക്കളുമൊക്കെയാണ് പ്രധാനമായും വെളിപ്പെട്ടു വരുന്നതായി നാം 9-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. സ്തോത്രം. 9-ാം അധ്യായത്തിനൊരു പശ്ചാത്തലമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എൻ്റെ കൂടെ കൂടാൻ പറ്റുന്നുണ്ടല്ലോ? ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും വിശദീകരണം വേണ്ട ഭാഗമുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് കയറാം. നിങ്ങളുടെ മൗനാനുവാദത്താൽ 9-ാം അധ്യായം നമുക്ക് തുറക്കാം. 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അഞ്ചാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണുകിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരുഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ണിപ്പിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. സ്തോത്രം. ഈ 9-ാമത്തെ അധ്യായത്തിൽ നാം കാണുകയാണ് ഒടുവിലത്തെ 3 കാഹളങ്ങളുള്ള ദൂതന്മാർ ന്യായവിധിക്ക് വേണ്ടി കാഹളങ്ങൾ ഊതുന്നതായിട്ട്. അതിൽ നാം ഈ 9-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ കണ്ടു, 5-ാമത്തെ ദൂതൻ ഊതി. ആദ്യത്തെ 4 എണ്ണം 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. 9-ന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ 5-ാമത്തെ ദൂതൻ കാഹളമൂതുന്നതും അപ്പോൾ നടക്കുന്ന ചില സംഭവങ്ങളുമാണ്. celestial as well as something hellish. Both celestial and hellish. ആകാശത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ സ്വർഗീയമായ ചില സംഭവങ്ങളും ആകാശത്ത് നിന്ന് ഒരു നക്ഷത്രം വീഴുന്നത്. Here is the thing of a star being fallen. 2 നരകവുമായി ബന്ധപ്പെട്ട അഗാധകൂപവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ. സംതിങ് ഡീമണിക്, ചില പൈശാചികമായ കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ പൈശാചികമായ സംഗതികളിലൂടെ ടോർമെന്റിങ് ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ എർത്ത്, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ പീഡിപ്പിക്കുന്ന ഒരു ചിത്രം. ഇതാണ് 5-ാമത്തെ കാഹളനാദത്തിങ്കൽ സംഭവിക്കുന്നത്. 6-ാമത്തെ കാഹളനാദത്തെ കുറിച്ചാണ് 13 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. We see about the 6th trumpet blown from chapter 9 verses 13 to 21. അവിടേക്ക് നമുക്ക് പിന്നീട് വരാം. നമ്മൾ
8:13 കണ്ട 3 കഷ്ടങ്ങൾ, 3 woes found in 8:13. And here in chapter 9, 1 through 11 is the sequence of the things which can be under the first woe. ഒന്നാമത്തെ 3 കഷ്ടങ്ങളിൽ ആദ്യത്തെ കഷ്ടത്തിന്റെ സംഭവങ്ങളാണ് ഈ 5-ാമത്തെ ദൂതൻ ഊതുമ്പോൾ ഉണ്ടാകുന്നത്. അതാണ് നാം 9-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. സ്തോത്രം. ദ ഫസ്റ്റ് വോ 1 തൊട്ട് 11 വരെ. 12-ാം വാക്യത്തിൽ പറയുന്നു, ഇനിയും അടുത്ത കഷ്ടം 2 എണ്ണം വരുന്നു, 1 കഷ്ടം കഴിഞ്ഞു എന്ന്. അപ്പോൾ 1-ാമത്തെ കഷ്ടവും 5-ാമത്തെ കാഹളവും അത് രണ്ടും ഒന്ന് തന്നെ. The first woe and the 5th trumpet both are of the same things. അതാണ് നാം ഈ 9-ന്റെ 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. സ്തോത്രം. 5-ാമത്തെ ദൂതൻ ഊതുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു നക്ഷത്രം ഭൂമിയിൽ പതിക്കുന്നു. സ്തോത്രം. ഒരു നക്ഷത്രം. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. 5-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ആകണമെന്നില്ല ഈ ദൂതൻ വീണത്, ഈ നക്ഷത്രം വീണത്. പക്ഷെ 5-ാമത്തെ കാഹളം ഊതിയപ്പോഴാണ് യോഹന്നാൻ അത് കണ്ടതെന്ന്. വീണ് കിടക്കുന്നത്. സ്തോത്രം. I saw a star not falling from, but fallen from heaven. അവിടുത്തെ ടെൻസ് fallen, പൂർത്തീകരിക്കപ്പെട്ട ഒരു കർമ്മം. അപ്പോൾ ഈ 5-ാം കാഹളത്തിന് മുൻപ് തന്നെ വീണതാകാൻ സാധ്യതയുണ്ട് ഈ നക്ഷത്രം. പക്ഷെ യോഹന്നാൻ അപ്പോഴാണ് വീണ് കിടന്ന ആ നക്ഷത്രത്തെ കണ്ടതെന്ന് മാത്രം. എന്നാൽ ഈ നക്ഷത്രം അക്ഷരീയ നക്ഷത്രമാണോ? ഈസ് ദി സ്റ്റാർ എ ലിറ്ററൽ സ്റ്റാർ? അല്ല. അവിടെ കൊടുത്തിരിക്കുന്ന നാമം കണ്ടോ? അവന്. ഹിം. So this star is a person. ഇവിടെ പറയുന്ന നക്ഷത്രം ഒരു ആലങ്കാരിക പ്രയോഗമാണ്. A figurative use. This star is not some celestial being or a celestial star. ആകാശത്തിൽ നമ്മൾ കാണുന്ന ആകാശഗംഗയിലെ ഒരു നക്ഷത്രമല്ല. ജീവനില്ലാത്ത, ആത്മാവില്ലാത്ത ഒരു വെറും സൃഷ്ടിയായ നക്ഷത്രത്തെക്കുറിച്ചല്ല പറയുന്നത്. ഒരു വ്യക്തിയെ ആണ് ഇവിടെ നക്ഷത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വ്യക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏതായാലും മനുഷ്യനല്ല, ആകാശത്തു നിന്നും വീണു. മനുഷ്യർ ആകാശത്തല്ല വസിക്കുന്നത്, ഭൂമിയിലാണ്. ആകാശത്തു നിന്നും വീണ് കിടക്കുന്ന നക്ഷത്രമായതുകൊണ്ട് അതൊരു വ്യക്തി എന്ന നിലയിൽ മനുഷ്യനല്ല എന്ന് വ്യക്തം. പകരം അത് ഒരു ഫോളൻ ഏഞ്ചൽ, ഒരു ദൂതനാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നക്ഷത്രം എന്ന് പറയുന്നത് ഒരു ദൂതനാണ്, ഒരു ദൂതനാണ്. എന്നാൽ ഈ ദൂതൻ നല്ല ദൂതനാണോ അതോ
ചീത്ത ദൂതനാണോ എന്നുള്ളതിനെ പറ്റി നമുക്ക് ബോധ്യമില്ല. ഈ ദൂതൻ യേശു ആണെന്ന് വരെ പറയുന്നവര് ബൈബിൾ വ്യാഖ്യാതാക്കളിലുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ ഇവിടെ ഏതായാലും സാധ്യമല്ല. സ്തോത്രം. ഏതായാലും നമുക്കറിയാം, ദൂതന്മാരെ രണ്ടായിട്ട് തിരിക്കാം, രണ്ട് ഗണങ്ങളായിട്ട്. ഒന്ന് ദ ഫോളൻ ഏഞ്ചൽസ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് അൺഫോളൻ. വീഴ്ച വന്നിട്ടില്ലാത്ത ദൂതന്മാരും വീണുപോയ ദൂതന്മാരും എന്ന് ദൂതന്മാരെ രണ്ടായിട്ട് തിരിക്കാം. ദ ഫോളൻ ഏഞ്ചൽസ് ആൻഡ് ദ ഹോലി ഏഞ്ചൽസ് അൺഫോളൻ. വീഴ്ച വന്നിട്ടില്ലാത്ത വിശുദ്ധ ദൂതന്മാർ ഒരു ഗണം, വീണുപോയ പാപം ചെയ്ത ദൂതന്മാർ വേറെ ഒരു ഗണം. ഇങ്ങനെ രണ്ട് ഗണങ്ങൾ ആയിട്ട് നമുക്ക് ദൂതന്മാരെ അല്ലെങ്കിൽ ദൂതലോകത്തെ തിരിക്കാം. അതിൽ ഈ വീണു പോകാത്ത ദൂതന്മാരെയും ഈ വീണു പോയ ദൂതന്മാരെയും വീണ്ടും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. Again we can classify them 2 by 2. നമുക്ക് അറിവനുസരിച്ച് വീഴ്ച ഭവിക്കാത്ത വിശുദ്ധ ദൂതന്മാരെ കെരൂബുകളെന്നും സെറാഫികൾ, സാറാഫുകൾ എന്നും രണ്ടായിട്ട് തിരിക്കാം. അതിൽ കൂടുതൽ ഗണം കാണും. നമുക്ക് അറിവുള്ള പേരുകൾ അത്രേ ഉള്ളൂ. നമുക്ക് മനസ്സിലാകുന്നതാണ്, കെരൂബുകൾ എന്ന ഒരു ഗണമുണ്ട്. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അവരെ കാണുന്നു. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാം ഹവ്വമാരെ ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് കെരൂബുകളെ അവിടെ കാവലാക്കിയ വിഷയം 3:24 വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ യെഹെസ്കേൽ പ്രവചനത്തിൽ, പിന്നെ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം സമാഗമന കൂടാരമുണ്ടാക്കുമ്പോൾ അവിടെ ചെയ്യേണ്ട കെരൂബുകളുടെ കൊത്തുപണിയെക്കുറിച്ച്, അങ്ങനെ ഉൽപ്പത്തി മുതൽക്ക് ഇങ്ങോട്ട് നമുക്ക് കെരൂബുകളെ കാണാം. പ്രത്യേകിച്ച് അവരെ കാണുന്ന സ്ഥലങ്ങളാണ് ഉൽപ്പത്തി 3:24. പുറപ്പാട് പുസ്തകത്തിൽ ദൈവം സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി മോശയ്ക്ക് കൽപ്പന കൊടുക്കുമ്പോൾ അവര് പണികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം യെരുശലേം ദേവാലയത്തിൽ, പിന്നെ യെഹെസ്കേൽ പ്രവചനത്തിൽ ഒക്കെ നമുക്ക് ഈ കെരൂബുകൾ എന്ന ഒരു ദൂതഗണത്തെ കാണാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലും നാം കാണുന്ന ആ ഒരു സംഘം, 4 ജീവികൾ എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നത് കെരൂബുകളോടാണ്. അവയ്ക്ക് ഏറെ സാദൃശ്യമുള്ളത്. മറ്റൊരു കൂട്ടർ സാറാഫുകളാണ്. അവരെ നമ്മൾ പ്രത്യേകിച്ചും കാണുന്നത് നമുക്കറിയാമല്ലോ എവിടെയാണെന്ന്. ഒന്ന് പറഞ്ഞു, നമുക്ക് പരിചയമുള്ളതായതുകൊണ്ട്. പ്രവചനം യെശയ്യാവ് 6-ാം അധ്യായത്തിലാണ്. 6-ാം അധ്യായത്തിൽ യെശയ്യാവ് കാണുന്ന സ്വർഗീയ ദർശനത്തിൽ 6 ചിറകുകളുള്ള സാറാഫുകൾ, സെറാഫീംസ്. പ്രധാനമായും നമുക്ക് പേരെടുത്ത് പറയത്തക്കതുപോലെ കാണുന്ന ദൂതന്മാർ ഇവരാണ്. ഒരുപക്ഷെ ഇവരല്ലാതെ മീഖായേൽ പോലെ, ഗബ്രിയേൽ പോലെയുള്ള ദൂതന്മാരും വേറെ ഉണ്ടാകും. നമുക്ക് എന്നാൽ പേര് പറയാൻ ഈ 2 എണ്ണമേ കിട്ടുന്നുള്ളൂ എന്ന് മാത്രം. അതുകൊണ്ട് ഈ 2 തരം ദൂതന്മാരെ വിശുദ്ധ ദൂതന്മാരിൽ ഉള്ളൂ എന്ന് ആരും ശഠിക്കരുത്. ഇതൊന്നും അത്ര പ്രാധാന്യമുള്ള വിഷയങ്ങളല്ല താൻ. എത്ര തരം ദൂതന്മാരുണ്ട്, എത്ര ദൂതന്മാരുണ്ട്, ഇതൊന്നും നമ്മളെ ആ നിലയിൽ നമ്മുടെ ആത്മീയതയെയോ നിത്യതയെയോ ഒന്നും ബാധിക്കുന്ന കാര്യങ്ങൾ അല്ല എന്നും കൂടെ പറഞ്ഞ് ആ ഭാഗം വിടുന്നു.
ഇവിടെ നമുക്ക് ഈ ദൂതന്മാർ അത്ര പ്രസക്തരല്ല താൻ ഈ 9-ാമത്തെ അധ്യായത്തിൽ. രണ്ടാമത്തെ കൂട്ടരാണ് ദ ഫോളൻ ഏഞ്ചൽസ്, വീഴ്ച ഭവിച്ച ദൂതന്മാർ. അവരെയും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ബൈബിൾ അനുസരിച്ച് വീണുപോയ ദൂതന്മാരെയും രണ്ട് ഗണങ്ങളായിട്ട് തിരിക്കാം. സിംപ്ലി സ്പീക്കിംഗ്, ദേ ആർ the chained ones and the free ones. ചങ്ങലയിട്ട് സൂക്ഷിക്കുന്ന ദൂതന്മാരുണ്ട്, അതായത് ബന്ധനത്തിലായിരിക്കുന്ന വീണുപോയ ദൂതന്മാരുണ്ട്. സ്വതന്ത്രരായി വിട്ടയക്കപ്പെട്ടിരിക്കുന്ന ദൂതന്മാരുണ്ട്. ഇങ്ങനെ രണ്ട് തരം ദൂതന്മാർ വീഴ്ച വന്നവർക്കിടയിലുമുണ്ട്. The unchained and the chained, the free angels and the chained angels. ചില ദൂതന്മാരെ സ്വതന്ത്രരായിട്ട് വിട്ടിരിക്കുക, എന്നാൽ ചിലരെ അന്ധകാരത്തിന്റെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. പാറ്ററസ്, നമ്മുടെ ചില മലയാളം വേർഷൻസിൽ കാണുന്നത് നരകത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്നാണ്. അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. ഏതായാലും അവരെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നർത്ഥം. നാം വായിക്കുന്നത് പോലെ ലൂക്കോസ് 4:34 വാക്യം, അൺചെയിൻഡ് ഫ്രീ ഏഞ്ചൽസ്, ഫ്രീ ഫോളൻ ഏഞ്ചൽസിനെ കുറിച്ചാണ്. ലൂക്കോസ് 4:34. അവൻ നസറനായ യേശുവേ വിട്, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ സമയങ്ങളിലാണ് നാം ഭൂതഗ്രസ്തരെ കാണുന്നത്. പഴയ നിയമത്തിൽ ശൗലുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു സാത്താന്യമായ ദൂതനെ, അല്ലെങ്കിൽ ദൈവം അയച്ചിട്ടൊരു ദുരാത്മാവ്, ഒരു സാത്താന്യമായ, ഒരു പൈശാചികമായ ദൂതൻ, ഒരു ദുരാത്മാവ്, ഒരാത്മാവ് ശൗലിന്മേൽ വരുമായിരുന്നത്. പിന്നെ മന്ത്രവാദവും വെളിച്ചപ്പാടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അത് കൂടാതെ ഒരു വ്യക്തിയെ ഗ്രസിക്കുന്ന ദുരാത്മശക്തികളെ കുറിച്ച്, ഭൂതാത്മ വാസത്തെക്കുറിച്ച് നാം കാണുന്നത് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലാണ്. അത് അത്രയും പറഞ്ഞാൽ മതിയെന്ന് എനിക്കറിയാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ 4 സുവിശേഷ ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. യേശുക്രിസ്തുവാണ് അങ്ങനെ ഭൂതഗ്രസ്തരിൽ നിന്ന് മനുഷ്യരെ ഭൂതങ്ങൾ പിടിച്ച അവസ്ഥയിൽ നിന്ന് സ്വതന്ത്രരാക്കിയത്. നമ്മുടെ സ്നാന സമയത്തും സ്നാപകൻ സ്നാനാർത്ഥിയോട് ചോദിക്കുന്ന ചോദ്യത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അവൻ ഭൂതഗ്രസ്തരെ അല്ലെങ്കിൽ ഭൂതബാധിതരെ സ്വതന്ത്രരാക്കി യേശുക്രിസ്തുവിനെ കുറിച്ച് ചോദിക്കുന്ന. അപ്പോൾ ഭൂതബാധ ഉണ്ടായിരുന്നവരെ യേശുക്രിസ്തു ബാധ ഒഴിപ്പിച്ചു, സ്വതന്ത്രരാക്കി. അങ്ങനെ മനുഷ്യരെ ഗ്രസിച്ചിരുന്ന ഈ ആത്മാക്കൾ, ഈ ദുരാത്മാക്കൾ സ്വതന്ത്രരായി ഭൂമിയിൽ വിടപ്പെട്ടിരുന്നവരാണ്. അവയെ ബന്ധിച്ചിരുന്നില്ല. അങ്ങനെ ധാരാളമുണ്ടല്ലോ. ഒരു ഉദാഹരണം മാത്രം നമ്മൾ നോക്കിയെന്നേ ഉള്ളൂ. കർത്താവ് ഭൂതത്തെ ശാസിക്കാൻ നിലവിളിച്ച് ചോദിക്കുകയാണ്, ഞങ്ങളെ നശിപ്പിക്കരുതേ. വ്യക്തികളിൽ നിന്നും കർത്താവ് അവയെ ഇറക്കി വിട്ടിരുന്നു എന്ന് മാത്രം. ഒരു പ്രാവശ്യം മാത്രം നമുക്കറിയാം, ലഗ്യോൻ എന്ന 6000-ഓളം ഭൂതങ്ങൾ വരുന്ന ആ സംഘത്തെ
ആ സേനയെ പന്നികളിലേക്ക് പോകുവാൻ അനുവദിച്ചതും തുടർ സംഭവങ്ങൾ. ചുരുക്കത്തിൽ നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത് സ്വതന്ത്രരായി വിട്ടേക്കപ്പെട്ടിരിക്കുന്ന ഭൂതാത്മാക്കൾ, അവ വീണുപോയ ദൂതന്മാരിലെ ഒരു സംഘമത്രേ. ഈ ഭൂതശാസ്ത്രമൊന്നും ഒത്തിരി വിശദീകരിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നില്ല. പിന്നെ തിയോളജിയിൽ ബൈബിൾ സ്കൂളിലൊക്കെ പോയാൽ ഭൂതശാസ്ത്രം എന്ന ഒരു ദൈവശാസ്ത്രത്തിന്റെ ഭാഗമായ പഠനമുണ്ടെന്ന് മാത്രം. ബൈബിൾ അവയുടെ ഉൽപ്പത്തിയെക്കുറിച്ചോ ഒന്നും നമ്മെ പഠിപ്പിക്കുന്നില്ല. അവയുടെ അവസാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അവയ്ക്കുള്ള ന്യായവിധിയും അവ നരകാഗ്നിയിൽ ദണ്ഡനം അനുഭവിക്കുന്നതുമൊക്കെ. സാത്താന്റെ ദൂതന്മാരാണവർ എന്ന ഒരു പ്രയോഗമേ നമുക്ക് അവയെക്കുറിച്ച് ബൈബിളിലുള്ളൂ. ഭൂതശാസ്ത്രമെന്ന ഒരു വേദപഠന ഭാഗം ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും, തിയോളജിയുടെ ഭാഗമായിട്ട് പഠിപ്പിക്കാറുണ്ടെങ്കിലും, ബൈബിൾ ആ വിഷയങ്ങളിൽ നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നില്ല. അത് ബൈബിളിന്റെ ലക്ഷ്യമല്ലാത്തത് കൊണ്ട് തന്നെ. ഈ ഭൂതങ്ങളെക്കുറിച്ച്, ഇന്ന് ഭൂമിയിലുള്ള ദുരാത്മാക്കളെ കുറിച്ച് രണ്ടഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, സാത്താനോടുകൂടെ വീണുപോയ ദൂതന്മാരാണെന്നും, അല്ല, ആദാമ്യ ലോകത്തിന് മുൻപ്, പ്രീ ആഡമിക് വേൾഡ്, ആദാമ്യ ലോകത്തിന് മുൻപ് ഇവിടെ ദൂതന്മാരെ പോലെയുള്ള ഏതോ ജീവികളെ പാർപ്പിച്ചിരുന്നെന്നും, അവർ പാപം ചെയ്തപ്പോൾ, അവ മനുഷ്യരായിരുന്നില്ല, ദൂതന്മാരുടെ ഗണത്തിൽ തന്നെ പെട്ടവരായിരുന്നു, അവർ പാപം ചെയ്തപ്പോൾ ആ പാപം നിമിത്തം ലോകത്തെ ദൈവം പ്രളയം കൊണ്ട് നശിപ്പിച്ചു. അന്നുണ്ടായിരുന്ന ആ ദൂതന്മാരാണ് ഇപ്പോഴത്തെ ഭൂതാത്മാക്കൾ എന്നും ഒരഭിപ്രായമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ബൈബിളിൽ നിന്ന് പ്രത്യേകിച്ച് വേദഭാഗങ്ങൾ എടുത്ത് ഈ കാര്യങ്ങളെ സാധൂകരിപ്പാൻ സാധ്യമല്ല. അത് ബൈബിളിന്റെ ലക്ഷ്യമല്ലാത്തത് കൊണ്ട് ബൈബിൾ ആ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നില്ല. രണ്ടാമത്തെ ദൂതന്മാരുടെ കൂട്ടമാണ്, വീണുപോയ ദൂതന്മാരിലെ രണ്ടാമത്തെ കൂട്ടരാണ് ഫോളൻ ഏഞ്ചൽസ്, ദോസ് ഹു ആർ ബട്ട് ഇൻ ചെയിൻസ്. ബന്ധിച്ചിട്ടിരിക്കുന്ന ദൂതന്മാരുണ്ട്. പല സ്ഥലങ്ങളിൽ അവരെ ബന്ധിച്ചിട്ടിരിക്കുന്നതായി തിരുവെഴുത്തിൽ കാണാം, വെളിപ്പാട് പുസ്തകത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. യൂദ 6-7 വാക്യങ്ങൾ, ജൂഡ് വേഴ്സസ് 6 and 7. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. കുറെ അനുസരണം കെട്ട ദൂതന്മാർ, ഇവരെയാണ് നമ്മൾ ഫോളൻ ഏഞ്ചൽസ് എന്ന് വിളിക്കുന്നത്, വീണുപോയ ദൂതന്മാർ. ഇവരെ ഇതുവരെ ന്യായം വിധിച്ചോ? ഇല്ല. ഇതുവരെ ആരുടെയും ന്യായവിധി നടന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ അന്തിമ വിധി. അല്ലാതെയുള്ള കൊച്ചു കൊച്ചു കോടതികളിലെ വിധികളൊക്കെ നടന്നിട്ടുണ്ട്. അതല്ലാതെ സുപ്രീം കോടതിയിൽ ഇതുവരെ വിധി നടന്നിട്ടില്ല ആരുടെയും. ഫൈനൽ ജഡ്ജ്മെന്റ് ഈസ് സ്റ്റിൽ അവൈറ്റിംഗ്. ഇവരെ തള്ളിക്കളഞ്ഞതും ഒരു ന്യായവിധി തന്നെയാകട്ടോ. ഇവരുടെ വാസസ്ഥലത്ത് നിന്ന്, അല്ലെ ദൈവം ഇവരെ നിയമിച്ചാക്കിയിടത്തു നിന്നും അവരെ വെട്ടിവീഴ്ത്തിയത്, തള്ളിക്കളഞ്ഞതും ഒരു ന്യായവിധിയാണ്. പക്ഷെ അത് അന്തിമമല്ല. അന്തിമ വിധി ഇനിയും വരുന്നതേ ഉള്ളൂ. അതിനുശേഷമേ നരകത്തിന്റെ ഉദ്ഘാടനം നടക്കൂ എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ ആമുഖ ചിന്തകളിൽ തന്നെ പഠിച്ചിരുന്നു. ഇവിടെ ആ ന്യായവിധിക്ക് വേണ്ടി ഈ വീണുപോയ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാഞ്ഞ ദൂതന്മാരെ
അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അന്ധകാരത്തിൻ കീഴിൽ, നമ്മൾ കഴിഞ്ഞ ദിവസവും പഠിച്ചതുപോലെയുള്ള അന്ധകാരം. 2 പത്രോസ് 2:4, 2 Peter 2:4. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചു. സ്തോത്രം. അന്ധകാരത്തിന്റെ അല്ലെങ്കിൽ ഇരുളിന്റെ ചങ്ങലക്കിട്ടിരിക്കുന്നു. അർത്ഥം അത് തന്നെ, ഇരുട്ടിന്റെ ചങ്ങല എന്ന് വെച്ചാൽ ഇരുട്ടിൻ കീഴിൽ അവരെ സൂക്ഷിച്ചിരിക്കുന്നു. അവർക്ക് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ കഴിയില്ല. ആത്മരൂപികളായ സ്പിരിച്വൽ ബീയിങ്സ്, ആത്മരൂപികളായ ദൂതന്മാർക്ക് പോലും കാഴ്ച നിരസിക്കുന്ന ഇരുട്ടിന്റെ ചങ്ങല. മനസ്സിലാവുന്നുണ്ടല്ലോ? മനുഷ്യരായ നമുക്ക് മാത്രമല്ല കാണാൻ ഒക്കാത്തത് ഇരുട്ടത്ത്. സാധാരണ നിലയിൽ ആത്മരൂപികൾക്ക് ഇരുട്ടൊരു ഇരുട്ടല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? എൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ? നിങ്ങളാരും അനങ്ങുന്നില്ലല്ലോ. മനസ്സിലാകുന്നില്ലേ? മനസ്സിലാകുന്നുണ്ട് ഭാഷ, മനസ്സിലാകുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ ശബ്ദം കൂടെ ഒക്കെ ഇടയ്ക്ക് കേൾക്കുന്നത് എനിക്കും ഒരു സന്തോഷമാണ്. അപ്പം ഞാൻ പറയുന്നതൊക്കെ നിങ്ങളോട് എത്തുന്നുണ്ടെന്ന് എനിക്കൊന്ന് മനസ്സിലാകുമല്ലോ, അതുകൊണ്ടാണ്. നമ്മൾ ജഡത്തിൽ വസിക്കുന്നവരാണ്. നമുക്ക് വെളിച്ചത്തിങ്കലേ കണ്ണ് കാണുകയുള്ളൂ. ഇരുട്ടത്തെ കാണുന്ന ഒരാരും നമ്മുടെ കൂട്ടത്തിലില്ല. വെളിച്ചത്തിൽ കൂടിയാൽ തന്നെ നമുക്ക് കാണത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഞാൻ വെളിയിലോട്ട് തുറന്നിരിക്കുന്ന ജനലിന്റെ അടുത്തായിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തെ വെളിച്ചത്തേക്കാൾ വലിയ വെളിച്ചമാണ് എൻ്റെ തൊട്ട് മുമ്പിൽ സൂര്യന്റെ പ്രകാശമായിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആ പ്രകാശം കൂടിയത് കൊണ്ട് ഈ സ്ക്രീനിലുള്ളതൊന്നും വലിയ കാര്യമായിട്ട് കാണത്തില്ല. സൂക്ഷിച്ചൊക്കെ ഇങ്ങനെ നോക്കിയെങ്കിലേ കാണുള്ളൂ. നിങ്ങളുടെയൊക്കെ മുഖം കാണാം. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ, ചാറ്റ് ചെയ്താൽ വായിക്കണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ എനിക്കൊന്ന് അടുത്ത് വെളിച്ചമൊക്കെ ഒന്ന് മറച്ചു പിടിക്കണം. അപ്പൊ വെളിച്ചം കൂടിയാൽ പോലും കാണാൻ ഒക്കാത്ത ഒരു ദൃഷ്ടിയാണ് നമുക്കുള്ളത്. ഇരുട്ടത്ത് കാണത്തില്ല. എന്നാൽ ആത്മാക്കൾക്ക്, ആത്മദേഹികൾക്ക് ഇരുട്ടൊരു മറവല്ല. പക്ഷേ ഇവിടെ ഈ വീണുപോയ ദൂതന്മാരെ ദൈവം പാർപ്പിച്ചിരിക്കുന്നത് എവിടെയാ? Chains of darkness. ചെയിൻസ് ഓഫ് ഡാർക്ക്നെസ്, അന്ധകാര ചങ്ങലയില. എന്ന് വെച്ചാൽ ആത്മരൂപികൾക്ക് പോലും ദൃഷ്ടി മറയ്ക്കുന്ന അത്ര കൂരിരുട്ട്. അവർക്കൊരു ഭിത്തി പോലെ തടഞ്ഞു നിൽക്കുന്ന കൂരിരുട്ട്, സ്പർശിക്കത്തക്ക ഇരുട്ടെന്ന് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ. ഞാൻ ആവർത്തിച്ചു പറയാറുള്ളതാണ് നരകത്തിലെ ഇരുട്ടിനെ കുറിച്ച്. തീ കത്തുന്നുണ്ടെങ്കിൽ പോലും നരകത്തിൽ കുറ്റിരുട്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലും അത് കണ്ടു. മിസ്രയീമ്യർക്ക് അന്ധകാരത്തിന്റെ ന്യായവിധി ദൈവം കൊടുത്തപ്പോൾ തൊട്ടപ്പുറത്ത് ഇസ്രായേൽ മക്കൾക്ക് നല്ല വെളിച്ചായിരുന്നു. പക്ഷെ തൊട്ടപ്പുറത്തുള്ള വെളിച്ചം കാണാൻ പോലും ഒക്കാത്ത തരത്തിലേ ഇരുട്ടായിരുന്നു മിസ്രയീമ്യർക്ക്. അങ്ങനത്തെ ഇരുട്ടിന്റെ വലിയ ഒരു ഘോരതയാണ് ഇവിടെ ഈ ദൂതന്മാരെ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഇരുട്ടിന്റെ അവസ്ഥകൾ. ഈ ദൂതന്മാര് ഈ ഇരുട്ടിൽ ഈ ദൂതന്മാര് മനുഷ്യരെയും പ്രത്യേക വിശുദ്ധന്മാരെയും ഒക്കെ ഉപദ്രവിക്കുന്നതായിട്ടും അവരുടെ മേൽ ബാധിക്കുന്നതായിട്ടും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ.
അതാ നമ്മൾ ആദ്യം പറഞ്ഞ ദൂതന്മാർ, ഉം. ചങ്ങലക്കിടാത്ത ദൂതന്മാർ. ഇടാത്തവർ. നേരെ അവരെ ആ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുന്നത് കൊണ്ട് ദൈവമക്കൾക്കും പ്രയാസമുണ്ടല്ലോ. പക്ഷെ ഒരു ഭീഷണി, പ്രാർത്ഥിച്ചിറക്കുന്നവർക്കൊരു ജോലിയുമായി. ദൈവമക്കൾക്ക് അവരെ കൊണ്ട് പ്രയാസമൊന്നും പ്രത്യേകിച്ചില്ല. എന്നാ പ്രാർത്ഥിച്ചിറക്കുന്നവർക്കൊക്കെ ഒരു ജോലിയുണ്ട്. അതൊരു ശുശ്രൂഷ. അത് ദൈവമക്കളിൽ അല്ലല്ലോ ഉള്ളത്. അത് പിശാചിന്റെ ശക്തികളിന്മേലുള്ള ദൈവിക അധികാരത്തെ മനുഷ്യരിലൂടെ വെളിപ്പെടുത്താൻ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അത് ദൈവമക്കളെ സംബന്ധിച്ചൊരു പ്രയാസമല്ല. അല്ല, അതൊരു കൃപാവരമല്ലയോ? അതെ, അത് ദൈവിക അധികാരത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് അത് ദൈവമക്കൾക്കോ ദൈവസഭയ്ക്കോ ഒരു പോരായ്മയല്ല, അതൊരു അനുഗ്രഹമാണ്. കൃപാപരമായിട്ട് അല്ലെങ്കിലും അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിട്ട് പലരെയും നൽകപ്പെടുന്നു. ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. ഉണ്ട്. അത് ദൈവമക്കളെ അല്ല ബാധിക്കുന്നത്. ദൈവമക്കൾ ഇപ്പൊ കൊച്ചു പിള്ളേർ, എനിക്ക് പരിചയമുള്ള 10-15 വയസ്സുള്ളവരുടെ മേലൊക്കെ കയറുന്നത് എന്തുകൊണ്ടാണ്? രക്ഷിക്കപ്പെട്ടവരുടെ മേൽ ദുരാത്മാക്കൾക്ക് അവകാശമില്ല. പണ്ടൊരു പ്രസംഗകൻ പറഞ്ഞ പോലെ, പുള്ളി പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ഒരിക്കൽ ദൈവം സാത്താനെ വിളിച്ചിട്ട് ചോദിച്ചേടാ, നീ എൻ്റെ മോന്റെ തോളെ കയറിയിരിക്കുന്നെന്നും പറഞ്ഞ് എൻ്റെ മോൻ വന്ന് എന്നോട് കംപ്ലൈന്റ് പറഞ്ഞല്ലോ, എന്തിനാ എൻ്റെ മോന്റെ തോളെ കയറി ചോദിച്ചു. ശരിയാണോ എന്ന് ചോദിച്ചു. ഈ പ്രസംഗകന്റെ ഒരു ഭാഷയാണ്, ഭാവനയാണ്. പക്ഷെ യാഥാർത്ഥ്യമായ ഒരു സത്യം അതിനകത്തിലുണ്ട്. പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന സാത്താൻ ദൈവത്തോട് പറഞ്ഞു, അതേ ദൈവമേ, അങ്ങയുടെ മകന്റെ തോളയിൽ ഞാൻ കയറി, അയാൾക്ക് അത് നിമിത്തം ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, സത്യമാണ്. എന്റെ മകന്റെ മുകളിൽ നീ എന്തിനാടാ കയറിയത്? സാത്താൻ വളരെ ശാന്തമായിട്ട് പ്രതിവചിച്ചു, കള്ള് ഷാപ്പ് എനിക്ക് അനുവദിച്ചിരിക്കുന്ന ഏരിയ അല്ലേ ദൈവമേ? അതെ, എനിക്ക് അവിടെ സ്വതന്ത്രനായിട്ട് നിൽക്കാൻ അനുവാദം അങ്ങ് തന്നിട്ടുണ്ടല്ലോ. അതെ, ഞാൻ അവിടെ എൻ്റെ പരമാധികാരത്തോടെ നിൽക്കുകയായിരുന്നു. അങ്ങയുടെ മകൻ എന്ന് പറയുന്നയാൾ അവിടെ വരികയും അവിടെ കുനിയുകയും ചെയ്തു. അവിടെ കുനിഞ്ഞിട്ട് നിവർന്നപ്പോൾ അതെന്റെ സ്ഥലമായിരുന്നു, ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. എൻ്റെ കാൽക്കീഴിലാണ് അവൻ കുനിഞ്ഞത്. അവൻ നിവർന്നപ്പോ എന്നെയും കൊണ്ടാ പൊങ്ങിയത്, ഞാൻ അവന്റെ മുകളിൽ കയറിയതല്ല. എനിക്ക് ദൈവം അനുവദിച്ചു തന്ന സ്ഥലത്ത് മാത്രം ഞാൻ നിന്നു. അവൻ എൻ്റെ അടുത്ത് വന്നു, കുനിഞ്ഞു, എന്നെയും തോളയിൽ വെച്ചുകൊണ്ട് പൊങ്ങി. ദൈവമേ, ഞാനാണോ കുറ്റക്കാരൻ? അങ്ങയുടെ മകനാണോ കുറ്റക്കാരൻ? ഉടൻ തന്നെ കംപ്ലൈന്റ് മാറ്റി എന്ന മോനോട് നിപ്പോണ്ട് വിളിച്ചു, ഇടാ, ഈ പറഞ്ഞത് ശരിയാണോ? ആന്ന് ദൈവമേ. അപ്പോൾ നീയല്ലേ കുറ്റക്കാരൻ? രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവരുടെ മേലിലും ഈ ദുരാത്മശക്തികൾ ആവസിക്കണമെങ്കിൽ സാത്താന് നമ്മിൽ കയറാനുള്ള പഴുതുകൾ നാം കൊടുത്തെങ്കിലേ പറ്റൂ. ഇല്ലെങ്കിൽ അവയ്ക്ക് ദൈവമക്കളെ, പ്രായം കുറഞ്ഞവരായാലും കൂടിയവരായാലും, ഗ്രസിക്കാൻ സാധ്യമല്ല. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരെ ദുരാത്മാവീ നിലയിൽ ബാധിക്കുന്നെങ്കിൽ അതിന് കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് നാം പോകാൻ പാടില്ല. നാം ദൈവത്തിന്റെ വകയായി നിൽക്കുന്നെങ്കിൽ ഈ ശക്തികൾക്ക് ദൈവമക്കളെ അവരുടെ ശരീരത്തിൽ ആവസിക്കാനായിട്ട്, ഗ്രസിക്കാനായിട്ട് അനുവാദമില്ല. ചിന്തകളിലേക്ക് അവന്റെ പരിപാടികൾ കൊണ്ടുവരാം. അവയെയാണ് നമുക്ക് പിടിച്ചടക്കേണ്ടതെന്നും അവയാണ് ആത്മീക യുദ്ധമെന്നും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. തെളിവായിട്ട് 2 കൊരിന്ത്യർ 10-ാം അധ്യായം 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ എടുത്ത് പഠിച്ചിട്ടുള്ളതാണ്. അത് രക്ഷിക്കപ്പെട്ടവന്റെ ഉള്ളിലും ചിന്തകളിലൂടെ പിശാച് അവന്റെ സാധനങ്ങൾ കയറ്റിവിടാൻ ശ്രമിക്കും. നമ്മൾ ശുശ്രൂഷിക്കുന്ന സമയത്തും പ്രാർത്ഥിക്കുന്ന സമയത്തും പാട്ടുപാടുമ്പോഴും ഒക്കെ നമ്മുടെ ചിന്തകളെ, സങ്കല്പങ്ങളെ, ഞാൻ 5-6 കൂട്ടം കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. ചിന്തകൾ,
വികാരങ്ങൾ, സങ്കല്പങ്ങൾ, ഇച്ഛകൾ, ഓർമ്മകൾ, തോന്നലുകൾ എന്നൊക്കെ ഈ മണ്ഡലങ്ങളെയൊക്കെ പിശാച് ബാധിക്കാൻ, എന്ന് പറഞ്ഞാൽ അവയിലൂടെ അവന്റെ സാമഗ്രികൾ നമ്മിലേക്ക് കടത്തിവിട്ട് നമ്മുടെ ചിന്തകളെ വിചലിതമാക്കി ദൈവത്തിൽ നിന്നും അകറ്റുവാനും ശ്രമിക്കും. അത് രക്ഷിക്കപ്പെട്ടവരോടും ചെയ്യും. പക്ഷെ നമുക്കവയെ ജയിക്കാൻ ആയുധങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. അതല്ലേ പാസ്റ്റർ, അതല്ല, പരിശുദ്ധാത്മാവിന് മുദ്രയിട്ടത് കൊണ്ട് പിന്നെ ഈവിൾ സ്പിരിറ്റ്സിന്, ദുരാത്മാവിന് നമ്മുടെ മേൽ അധികാരമില്ല. നാം രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്. അവന്റെ സാധനങ്ങൾ നമ്മുടെ മേലില്ലാത്തതാണ് അതിനൊന്നാമത്തെ കാരണം. അങ്ങനെ ഉള്ളവരെ മാത്രമാണ് ദൈവം തൻ്റെ ആത്മാവിനാൽ മുദ്രയിടുന്നത്. നാം ദൈവീക സമ്പത്തായിട്ട് തീരുന്നത് നാം രക്ഷിക്കപ്പെടുമ്പോഴാണ്. സാത്താൻ്റെതായ എല്ലാം നാം ഉപേക്ഷിക്കുമ്പോഴാണ്. സാത്താനുമായുള്ള മുഴുവൻ ബന്ധങ്ങളും നാം അറുത്ത് കളയുമ്പോഴാണ്. അപ്പോഴേ നാം ദൈവത്തിന്റെ മക്കളാകുന്നുള്ളൂ. ദൈവത്തിന്റെ മക്കളാകുന്നവരെയാണ് ദൈവം തൻ്റെ ആത്മാവിനാൽ മുദ്രയിടുന്നത്. അപ്പോൾ ആത്യന്തികമായും സാത്താന്റെ അവകാശങ്ങളൊന്നും നമ്മിൽ ഇല്ലാതിരിക്കുക. കുറച്ചു നാൾ മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഒരു വസ്തു വിൽക്കുന്ന സമയത്ത്, ഒരു വീട് വെക്കുമ്പോൾ ആധാരത്തിനകത്ത് ഒരു ആണി അടിക്കാൻ, അത് തന്നെ സംഭവം അത്രേ ഉള്ളൂ. ആ ആണി അടിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അനുവാദം കൊടുക്കാതിരിക്കുക. കൊടുത്താൽ ആ ആണിയിൽ സഞ്ചി കൊണ്ടിടും, സഞ്ചിക്കകത്ത് ചത്ത എലിയെ കൊണ്ടിടും. നമ്മൾ അവന് കൊടുത്ത അവകാശമാണ്, അധികാരമാണ്. അത് കൊടുക്കാതിരിക്കുക. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെയുള്ളവരെ ദൈവം തൻ്റെ ആത്മാവ് കൊണ്ട് സംരക്ഷിക്കുന്നു. അങ്ങനെ ഗ്രസിക്കുന്നത് ഈ സ്വതന്ത്രരായി വിട്ടയക്കപ്പെട്ടിരിക്കുന്ന ദുരാത്മാക്കളാണ്, വീണുപോയ ദൂതന്മാരാണ്. അല്ലാതെ ചങ്ങലക്കിട്ട് സൂക്ഷിച്ചിരിക്കുന്നവർക്ക് ആ സെല്ലിൽ നിന്ന് പുറത്തു വരാൻ ഒക്കത്തില്ല. അവയെ ചങ്ങലക്കിട്ടിരിക്കുക. സ്വതന്ത്രരായി ഇന്ന് നടക്കുന്ന വീണുപോയ ദൂതന്മാരെക്കാൾ ഒരു പക്ഷെ ഏറെയാകാം ചങ്ങലക്കിട്ട് സൂക്ഷിക്കുന്നത്. അങ്ങനെയുള്ളതിൽ ചിലതിനെ തുറന്നു വിടുന്ന ഒരു സന്ദർഭമാണ് ഈ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇത്രയും വ്യക്തമാണോ? വ്യക്തമാണ്. പക്ഷെങ്കിൽ എൻ്റെ ഒരു അനുഭവം പറയുമ്പോൾ, എൻ്റെ പരിചയത്തിൽ ഒരാൾ ഒരു മുസൽമാൻ കൂടോത്രം ചെയ്ത്, എങ്ങനെ പറയാം, തുറവായിട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് അവരുടെ മക്കളെയൊക്കെ ഈ ഭൂതം ബാധിച്ച്, പല കൊച്ചു പിള്ളേരെ പോലും ബാധിച്ച് അവരുടെ വിവേകം നഷ്ടപ്പെടുത്തി ഉള്ള അനുഭവങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവരിൽ ഇതൊന്നും കൊച്ചു സംഭവിക്കില്ല. പിള്ളേരായ 8-10 വയസ്സുള്ളവരൊക്കെ അത് തന്നെ. രക്ഷിക്കപ്പെട്ടവരിൽ ഇപ്പൊ കൊച്ചു കുട്ടികളായാലും യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിതരാകുന്ന, യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന, യേശുവിന്റെ വകയായി തീരുന്ന ഒരു സന്ദർഭമുണ്ട്. പ്രായം അവിടെ വിഷയമല്ല. കൂടോത്രവും ആഭിചാരവും. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ പറയുന്നുണ്ടല്ലോ, കൊച്ചു പിള്ളേർ 10-12 വയസ്സ് വരെ മരിച്ചവരെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ഇല്ല ഇല്ല അങ്ങനെ ഇല്ല സ്നാനപ്പെട്ടതല്ലെങ്കിലും പിന്നെ കൊച്ചു പിള്ളേരോടെ പോകും. അതുകൊണ്ടല്ലേ കത്തോലിക്കരെ മാമോദീസ മുക്കിക്കുന്നു. ഇല്ല, നമ്മൾ അങ്ങനെ പറയുന്നില്ല. അത് തെറ്റാ. അങ്ങനെ 10-12 വയസ്സ് വരെ ഇല്ല ഇല്ല ഇല്ലെങ്കിലേ ഇതൊന്ന് കേക്ക്. 10 വയസ്സ് വരെ എന്നും 12 വയസ്സ് വരെ എന്നും നമ്മൾ പറയുന്നില്ല. അങ്ങനെ പറയുന്നെങ്കിൽ വേദവിപരീതമാ. വയസ്സ് പറയുന്നെങ്കിൽ വേദവിപരീതമാ. അല്ല, ഞാൻ കേട്ടുള്ള ഭേദാഭേദങ്ങളെ തിരിച്ചറിയാൻ പ്രായമാകുന്നവരെ. അതെ, ഞാൻ പാപിയാണെന്ന് തിരിച്ചറിയാൻ, ദൈവം ആരാണെന്ന് തിരിച്ചറിയാൻ, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് തിരിച്ചറിയാൻ പ്രായമാകുന്നത് വരെ. അത് ചിലപ്പോൾ 5-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്നിരിക്കും. ചിലപ്പോൾ
ഒരു കുട്ടിക്ക് ആ ഒരു ഭേദങ്ങളെ തിരിച്ചറിയാനുള്ള പക്വത കിട്ടുന്നത് 25-ാം വയസ്സിലായിരിക്കും. ചിലരില്ലേ മാനസികമായി വേണ്ട വളർച്ചയില്ലാത്തവർ. ചില കുഞ്ഞുങ്ങൾ ടീനേജ് പോലും എത്തുന്നതിന് മുമ്പ് യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്നവരാ. 5ഉം 6ഉം വയസ്സുള്ളപ്പോൾ ചിലർ 4-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടവർ നമ്മുടെ ഇടയിലില്ലേ? പ്രായമല്ല അവിടെ. അതുകൊണ്ട് പ്രായം വെച്ച് ഈ കാര്യം പറയുന്നെങ്കിൽ അത് വേദവിപരീതമാണ്. അത് പാടില്ല. അല്ല, പ്രായമല്ലെങ്കിലും കൊച്ചു പിള്ളേരെ സംബന്ധിച്ച് കൊച്ചു പിള്ളേർ മരിച്ചു പോവുക അങ്ങനെയൊക്കെയുള്ള വിഷയം വരുമ്പോഴേ അവരോട് പോവും. അത് ശിശുക്കളെയാ പറയുന്നത്. ശിശുക്കളും ബാലന്മാരുമാണ്. ഈ പറഞ്ഞ അറിവിന്റെ അനുഭവത്തിൽ എത്തുന്നതിന് മുമ്പുള്ളവരാണവർ, അതിനുശേഷമുള്ളവരല്ല. അതുകൊണ്ടാണ് നമ്മൾ ശിശുക്കളെ മാമോദീസ മുക്കാത്തത്. എന്നാൽ ഈ തിരിച്ചറിവ് വന്ന ബാലികാ ബാലന്മാർ അവർ സുബോധത്തോടെ, സ്വയബോധത്തോടെ, സ്വയിച്ഛയോടെ യേശുവിനായി സമർപ്പിക്കുന്നെങ്കിൽ അവർക്ക് സ്നാനം നൽകുന്നതിന് തടസ്സം ഇല്ല. എനിക്കൊരു കേസ് അറിയാം. അങ്ങനെ ചെറുപ്പത്തിലെ സ്നാനപ്പെട്ടവർക്ക് സഭയിൽ ചെന്നപ്പോൾ തിരുവത്താഴം കൊടുത്തില്ല. അതൊക്കെ നമ്മുടെ ഉപദേശിമാരുടെയും നമ്മുടെ എൽഡേഴ്സിന്റെയും ആ വാക്കുപയോഗിക്കുന്നത് തെറ്റണം. വേദവചന പരിജ്ഞാനമില്ലായ്മ കൊണ്ടും അപക്വത കൊണ്ടുവാ. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടവർക്ക് പ്രായം നോക്കി തിരുവത്താഴം കൊടുക്കുക എന്ന് പറയുന്നത് വേദവിപരീതമാണെന്ന് വീണ്ടും ഞാൻ പറയുന്നു. അതൊക്കെ നമ്മുടെ ഇടയിൽ വന്നിട്ടുള്ള തെറ്റുകളാണ്. ഈ ദൈവിക പരിജ്ഞാനത്തിന് പ്രായമല്ലൊരു വിഷയം. യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ, ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കാൻ, ദൈവം എനിക്ക് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ കൃപ തരുന്നെങ്കിൽ അതിനെ തടസ്സം നിൽക്കാൻ ആർക്കാ കഴിയുക? അവിടെ പ്രായത്തിന്റെ കണക്ക് ഇല്ല. പ്രായത്തിന്റെ കണക്കില്ല അവിടെ. ഇപ്പൊ തന്നെ ഡോക്ടർ സാജുവിന്റെ മോൻ ഷെയ്ൻ കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഇളയ കുട്ടി റൂഫസ്, അവന് 10 വയസ്സ് പോലും തികയുന്നതിന് മുമ്പാണ്. പല രാത്രികൾ എന്നെ ഉറക്കിയിട്ടില്ല അവൻ. എനിക്കിപ്പം സ്നാനം വേണം. പപ്പായ്ക്ക് ഈ ബക്കറ്റിനകത്ത് തന്നെ സ്നാനപ്പെടുത്തിക്കൂടാന്ന് അവൻ ചോദിച്ചുകൊണ്ട് വരുന്നത്. ബക്കറ്റിനകത്ത്, ബാത്റൂമിൽ ഇരിക്കുന്ന ബക്കറ്റിനകത്ത്. എന്തൊരു കരച്ചിലായിരുന്നു. അതിനേക്കാൾ കുഞ്ഞു പ്രായത്തിൽ രക്ഷിക്കപ്പെട്ടവരുണ്ട്. ഞാൻ തന്നെ ആദ്യമായി, എൻ്റെ ഓർമ്മയിൽ ആദ്യമായി യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തത് ഞാൻ മർത്തോമക്കാരനായിരിക്കുന്ന സമയത്ത് 3-ാം ക്ലാസ്സിന് മുമ്പ് പഠിക്കുന്ന പ്രായത്തിലാ. 6 or 7 വയസ്സുള്ളപ്പോഴാ. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ സമർപ്പിച്ചത് ഈ 6 or 7 വയസ്സ് പ്രായമുള്ളപ്പോഴേ ഏറ്റവും ആദ്യം. എൻ്റെ സ്വന്തം അനുഭവമാണ്, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഏറ്റവും ആദ്യം 3 ദിവസം ഉപവസിച്ചത് ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ. മർത്തോമക്കാരനായിരുന്നു ഞാൻ അന്ന്. അപ്പനും അമ്മ എല്ലാവരും മർത്തോമക്കാരാ അക്കാലത്താ. മർത്തോമയിലൊരു ഉപദേശി വീട്ടിൽ വന്നിട്ട് പ്രസംഗിച്ച സമയത്ത് എനിക്ക് കർത്താവിനെ കുറിച്ച് ആ പ്രായത്തിന്റെ പരിമിതി, ഇന്നത്തെ പോലത്തെ പരിജ്ഞാനമൊന്നുമല്ല, ഇന്ന് ഞാൻ യേശുവിനെ അറിയുന്നത് പോലെ അല്ല അന്ന് ഞാൻ അറിഞ്ഞത്, വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ പ്രായത്തിന്റെ ആ സീമയിൽ നിന്നുകൊണ്ട് എനിക്ക് യേശുവിനോട് സ്നേഹം തോന്നി. എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചവനാ ഞാൻ. പ്രായം ഒരു വിഷയമല്ല അതിനകത്ത്. അങ്ങനെ ഒരു കേസ് എനിക്കറിയാം. എൻ്റെ കൊച്ചുമോനാ, വേറെ ആരുമല്ല. 10 അത് തന്നെ. വയസ്സെങ്ങാണ്ടായപ്പോഴ് അവന് സ്നാനപ്പെടണമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഒക്കത്തില്ല. ജോയിക്കുട്ടിക്കും അറിയാവുന്ന വിഷയമാണ്.
ഒടുവിൽ അവൻ പറഞ്ഞു ഞാൻ അത് ഡ്രസ്സും കൊണ്ട് ഏതായാലും അങ്ങ് പോവാ, അവിടെ ചെന്ന് സാധനപ്പെടുത്തില്ലെങ്കിൽ ഞാൻ പാസ്റ്റ് കയറുന്നതിന് മുമ്പ് എടുത്തങ്ങ് ചാടുമെന്ന് പറഞ്ഞു അതെ, വെള്ളത്തിലോട്ട്. തീർച്ചയായിട്ടും. അത് അത് നമ്മുടെ ഈ പാസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ചില ചർച്ചിലെ ഈ കമ്മിറ്റിക്കാരുടെയും മൂപ്പന്മാരുടെയും ഒക്കെ എന്താ പിടിപ്പുകേടും ഒക്കെ കൊണ്ടാ. അതല്ലാതെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ബൈബിൾ അനുസരിച്ചില്ല. അല്ല, അതൊരു കോമൺ തിങ്കിങ് അവർക്ക് അതിനുള്ള ഗ്രാഹ്യമായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് നമ്മൾ പരിശോധിക്കാം. അവർക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്, അവർക്കുണ്ടായിരിക്കുന്ന തീരുമാനം അതെങ്ങനെയുള്ളതെന്ന് പരിശോധിക്കാൻ മാതാപിതാക്കൾക്കും ശുശ്രൂഷകന്മാർക്കും കഴിയണം. ഇപ്പം പറഞ്ഞു വന്നത്, ഈ സാത്താനെയും അവന്റെ കുറെ ദൂതന്മാരെയും സ്വതന്ത്രരായി വിട്ടിരിക്കുന്നത് ദൈവത്തിനും ദൈവത്തിന്റെ സഭയ്ക്കും ഒരു ത്രട്ടൻ, ഒരു ഭീഷണി അല്ല. മനുഷ്യർക്ക് തന്നെ ഭീഷണി അല്ലാത്ത വിധത്തിലുള്ളവയെയാണ് സ്വതന്ത്രരായി വിട്ടിരിക്കുന്നത്. അല്ലാതെ ഭീകരന്മാരായ കുറെയുണ്ട്. അവരെ ന്യായവിധിക്ക് വേണ്ടി മാത്രം ചങ്ങലക്കിട്ട് സൂക്ഷിച്ചിരിക്കുക. അവരെ സ്വതന്ത്രരായി വിട്ടിട്ടില്ല. അവരിൽ ചിലരെ സ്വതന്ത്രരായിട്ട് ചില പ്രത്യേക വിധി കാര്യങ്ങൾ നടത്തിപ്പിന് വേണ്ടിയിട്ട് വിടുന്ന, കെട്ടഴിച്ചു വിടുന്ന, സ്വതന്ത്രരാക്കുന്ന ചിത്രമാണ് നാം ഇവിടെ 9-ാം അധ്യായത്തിൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് അറിയുക, ഈ സ്വതന്ത്രരായി വിട്ടിരിക്കുന്ന ശക്തികൾ, ഈ ആത്മാക്കൾ, ഈ ദൂതന്മാർ, ഈ ഭൂതാത്മാക്കൾ നമുക്ക് ഭീഷണി അല്ല. അവയെ നമ്മുടെ കാൽക്കീഴാക്കാനുള്ള ആത്മീയ അധികാരവും ആത്മീയ ആയുധവും, ഈ രണ്ട് കാര്യങ്ങൾ, ആത്മീയ അധികാരവും ആത്മീയ ആയുധവും 3 ആത്മീയ ശക്തിയും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളാൽ നമുക്ക്, ദൈവജനത്തിന്, ഈ സ്വതന്ത്രരായി നടക്കുന്ന ദുരാത്മാക്കളെ പോലും ഭീഷണിയായി കാണേണ്ട, ഭയപ്പെടേണ്ടതില്ല. അവയെ നമുക്ക് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. അവയെ കീഴ്പ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവയെ ജയിക്കുവാൻ നമുക്ക് അനായാസം സാധിക്കും. എന്നാൽ നമുക്ക് ഭീഷണി ആയേക്കാവുന്നവയെ, ലോകത്തിന് തന്നെ ഭീഷണി ആയേക്കാവുന്നവയെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. അവയെ അഴിച്ചുവിട്ടിട്ടില്ല. ചിലവയെ ന്യായവിധിക്ക് വേണ്ടി മാത്രമേ അഴിച്ചുവിടൂ. അഴിച്ചുവിടുകയല്ല, നേരെ കോടതിയിലേക്കും കൊണ്ടുവരിക, കേസ് പറഞ്ഞ് നരകത്തിലേക്ക് തള്ളുകയും. മറ്റു ചിലവയെ, അവയിൽ തന്നെ ഭീകരത കുറഞ്ഞവയെ, ഈ മഹാപീഡന കാലത്ത് ദൈവിക ന്യായവിധി നടത്തേണ്ടതിനായി അഴിച്ചുവിടുന്നു. അതാണ് നാം ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ദൂതന്മാർ 2 തരം: ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാരും വീഴ്ച ഭവിച്ച ദൂതന്മാരും. അതിൽ വീഴ്ച ഭവിച്ചവയിൽ 2 കൂട്ടർ സ്വതന്ത്രന്മാരും ചങ്ങലയ്ക്ക് ഇട്ടിരിക്കുന്നവരും. സ്വതന്ത്രന്മാരായ ആ ദുരാത്മാക്കൾ മനുഷ്യരെയൊക്കെ ഗ്രസിക്കാറുണ്ട്. എന്നാൽ അവയുടെ പിടിയിൽ നിന്നും വിടുവിച്ചയക്കാൻ ദൈവജനത്തിന് കർത്താവ് അധികാരവും നൽകിയിട്ടുണ്ട്. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മിലൂടെയും അത് സംഭവിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. മർക്കോസ് 16 തൊട്ടുള്ള വാക്യങ്ങളിൽ നാം അതാണ് കാണുന്നത്. വിശ്വസിക്കുന്നവരാൽ 5 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിലൊന്ന് ഭൂതങ്ങളെ പുറത്താക്കുന്ന,
യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന, ആ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കർത്തൃത്വത്തിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തിയിട്ടുള്ള വിശുദ്ധന്മാർക്ക് ഭൂതങ്ങളെ ശാസിച്ചകറ്റാനുള്ള അധികാരമുണ്ട്. അതിന് സ്പെഷ്യൽ വരം കിട്ടിയവരെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരെ കൊണ്ടുവരണമെന്ന് പോലുമില്ല. അതിനുവേണ്ടി ഒരുത്തൻ പാസ്റ്റർ ആയിരിക്കണമെന്ന് പോലും ഇല്ല. പക്ഷെ ദൈവിക ബന്ധത്തിൽ കഴിഞ്ഞോണം. ഇല്ലെങ്കിൽ പിന്നെ ഭൂതം കൈകാര്യം ചെയ്ത് കളയും. അങ്ങനെ ആകരുതെന്ന് മാത്രം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമ്മൾ നേരത്തേക്ക് പഠിച്ചിട്ടുള്ളത് പോലെ വിശുദ്ധിയാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. നാം വിശുദ്ധന്മാരാണെങ്കിൽ ഒരു ദുരാത്മ ശക്തിക്കും നമുക്കെതിരെ നിൽക്കാൻ കഴിയില്ല. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധന്മാരാണെങ്കിൽ എത്ര ശക്തിയുള്ള ദുരാത്മാക്കളും നമ്മൾ പറയുന്നത് കേട്ടനുസരിക്കും. ഒരു സംശയമില്ല. അതിന് നമ്മൾ ഉപദേശിമാരും ബൈബിൾ സ്കൂളിൽ പഠിച്ചവരും ഒന്നും ആകണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന വിശുദ്ധന്മാരായാൽ മാത്രം മതി. പിശാചിന് വിരൽ ചൂണ്ടാൻ പോലും ഒന്നുമില്ലാത്തവരായിരിക്കണം. ഭയപ്പെടേണ്ടതില്ല. അവ നമുക്കൊരു ഭീഷണിയല്ല. എത്ര ആഭിചാരം ആര് ചെയ്താലും അതൊന്നും നമ്മെ ബാധിക്കില്ല. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ പൗലോസ് എഫെസോസിൽ ചെന്നപ്പം ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യനെ കണ്ടു. പൗലോസ് ശുശ്രൂഷിക്കാൻ നേരം അവിടെ സ്കേവ എന്ന മഹാപുരോഹിതന്റെ 7 മക്കൾ വന്ന കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. പൗലോസ് അങ്ങ് മാറി നിന്നുകൊടുത്തെന്ന് വേണം മനസ്സിലാക്കാൻ. പൗലോസ് ഒഴിഞ്ഞു നിന്നുകൊടുത്തു. എന്നാൽ നിങ്ങൾ കൈകാര്യം ചെയ്യും. അപ്പം ഭൂതം പറഞ്ഞത് എന്താന്ന് നമുക്കറിയാമല്ലോ. ഒന്ന് പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചേക്കാം. യേശുവിനെ അറിയുന്ന പൗലോസിനെ അറിയാം. സ്തോത്രം. യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെയും പരിചയമുണ്ട്. നിങ്ങൾ ആരാൻ ചോദിച്ചു? ചോദിക്കുകയല്ല. ഈ ഒരു ഭൂതഗ്രസ്തൻ 7 പേരുടെ മേൽ ചാടി വീണു. അവർ മുറിവേറ്റവരും നഗ്നരുമായി അവിടെ നിന്ന് ഓടിപ്പോയി. ഈ പേടി കൊണ്ടാ പലരും ഭൂതബാധിതരുടെ അടുക്കലെങ്കിൽ ചെല്ലാത്തത്. എന്നാൽ പൗലോസിനെ പോലെ കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുന്ന വിശുദ്ധന്മാരാണോ ഒറ്റയ്ക്ക് മതി. എത്ര വലിയ ഭൂതങ്ങൾ വന്നാലും നമ്മൾ പറയുന്നത് കേട്ടവിടെ നിന്നോളും. നമ്മളെ ആക്രമിക്കത്തില്ല. നമുക്കെതിരെ ഒന്നും പറയത്തുമില്ല. പൗലോസിന്റെ യാത്ര തടഞ്ഞില്ല. അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ കൊണ്ടുവരാം. പക്ഷേ പൗലോസ് അതിനുശേഷം എത്തേണ്ടിടത്ത് എത്തിയല്ലോ. ഇപ്പം ഒരു വണ്ടി പഞ്ചറാക്കിയാൽ മതിയല്ലോ, യാത്ര തടയത്തില്ലേ? ഒരു ടിക്കറ്റ് കിട്ടിരുന്നാൽ മതിയല്ലോ. അപ്പൊ പല സമയത്തും പൗലോസ് ചിലടത്ത് റോമിലൊക്കെ പോകാൻ വേണ്ടി ആഗ്രഹിച്ചു, തെസലോനിക്കിൽ പോകാൻ ആഗ്രഹിച്ച സമയത്ത് എത്താൻ പറ്റിയില്ല. പക്ഷേ അത് പൗലോസിന്റെ ശരീരത്തെയോ പൗലോസിന്റെ ശരീരത്തിൽ ഗ്രസിക്കുന്നതിനെയോ ഒന്നുമല്ല. അങ്ങനെയുള്ള പല തടസ്സങ്ങളും അവനുണ്ടാകാം. അതിന് പലരെയും പ്രകൃതിയെ പോലും സാത്താൻ ഉപയോഗിച്ചേക്കാം. ഒരുപക്ഷെ യേശുക്രിസ്തു ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ തേടിപ്പോയ വഴിയിലാണ് കർത്താവിന്റെ യാത്രയിൽ നേരിട്ട ഏറ്റവും വലിയ അപകടം. കടലിളകി, പടക് മുങ്ങിപ്പോകുന്നത് പോലെയായി. അങ്ങനെയൊക്കെ ഒരുപക്ഷെ ചെയ്യാൻ അവന് സാധിച്ചേക്കാം. പക്ഷേ ആത്യന്തിക വിജയം അപ്പോഴും ദൈവത്തിന്റെ പക്ഷത്താണ്, ദൈവത്തിന്റെ മക്കളുടെ പക്ഷത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ശക്തികളെ ഭയപ്പെടേണ്ടതില്ല.
അവയെ ജയിക്കാനുള്ള കൃപയും ശക്തിയും അധികാരവും ആയുധങ്ങളുമെല്ലാം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് യുദ്ധമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, യുദ്ധമുണ്ട്. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, നമ്മുടെ ശത്രുവും ജഡീകന്മാരല്ല എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വസിക്കുന്നവരല്ല. അദൃശ്യമായ ആത്മലോകത്തിലെ ശക്തികൾ, അവയോട് എതിരിടുവാനുള്ള ആത്മീയ ആയുധങ്ങൾ, ആ ആത്മീയ ആയുധങ്ങളുമായി ആത്മീയ ആയോധനത്തിൽ, വാർഫെയറിലാണ് നാം. ദാനിയേലിന് മറുപടിയുമായി വന്ന ഗബ്രിയേലിനെ പോലും അവയ്ക്ക് തടയാമെങ്കിൽ പൗലോസിനെ പോലെയുള്ള നമ്മെപ്പോലെയുള്ളവരുടെ യാത്രകളെയോ ഒക്കെ താമസിപ്പിക്കാൻ അവന് കഴിയും. താമസിപ്പിച്ചു എന്ന് കരുതി ദൈവപ്രവൃത്തിയെ തടയാൻ കഴിയില്ല. അല്ല, അതും കർത്താവ് അനുവദിച്ചാലല്ലേ ഒത്തുള്ളൂ. ഇവിടെ താഴോട്ട് വരുമ്പോ ഉണ്ട്, കർത്താവ് താക്കോല് കൊടുത്തു. പെർമിറ്റഡ് അതോറിറ്റി മാത്രമേ, ഗിവൻ അതോറിറ്റി മാത്രമേ അവയ്ക്കെല്ലാം ഉള്ളൂ, അല്ലാതൊന്നിനില്ല. അപ്പൊ അതിനർത്ഥം കർത്താവിന്റെ യാത്രയും തടഞ്ഞത് കർത്താവിന്റെ അനുവാദത്തോടുകൂടെ തന്നെയാണെന്ന് വേണം പറയാം. കർത്താവിന്റെ യാത്രയെ തടഞ്ഞില്ലല്ലോ, തടസ്സം ഉണ്ടാക്കാൻ നോക്കിയത്. നോക്കിയത് ദൈവം അനുവദിച്ചിട്ടാ. ആ അനുവദിക്കുന്നതിലൂടെയും വെളിപ്പെട്ടത് എന്താണ്? ക്രിസ്തുവിന്റെ മഹത്വം. ശിഷ്യന്മാരുടെ മുമ്പിൽ കർത്താവിന്റെ മഹത്വം വീണ്ടും വെളിപ്പെടുകയായിരുന്നു. അതിനുവേണ്ടി ദൈവം അനുവദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ദൈവം അങ്ങനെ അനുവദിക്കുന്ന വിഷയങ്ങൾ പോലും, സ്തോത്രം, ദൈവമഹത്വത്തിലേക്കാണ് കലാശിക്കുന്നത്. അതും നമുക്ക് തടസ്സമോ ഭീഷണിയോ അല്ല. നമ്മൾ കർത്താവിൽ കുറെ കൂടെ ആശ്രയിക്കുന്നതിനത് കാരണമാകും. ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയതുപോലെ തന്നെ അല്ലേ? പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഒത്തിരി പേരത് ചിന്തിക്കുന്നത് സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ കൊണ്ടുപോയെന്ന അല്ല. കർത്താവ് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ്, ആത്മാവ് അവനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക് നടത്തി. പിശാചുമായിട്ടുള്ള എൻകൗണ്ടറിന് വേണ്ടി വിശുദ്ധന്മാരെ കൊണ്ടുപോകുന്നത് ദൈവമാണ്, ദൈവാത്മാവാണ്. അത് സാത്താന്റെ വിജയമല്ല, അത് സാത്താനെ തോൽപ്പിക്കാനുള്ള മാർഗമാണ്. അതിൽ നമുക്ക് ആശങ്ക വേണ്ട. അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കേണ്ടതിന് നമുക്ക് പഠിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം, നമ്മൾ താഴണം. അതിനൊക്കെ വേണ്ടിയിട്ട് ദൈവം ചെയ്യും. അപ്പോൾ തന്നെ വെറും മൺകീടങ്ങളായ നമ്മിലൂടെ ദൈവം പൈശാചിക ശക്തികളെ, പിശാചിനെ ജയിക്കാനായി വഴിയൊരുക്കും. അത് ദൈവത്തിന് മഹത്വം, ആത്യന്തികമായി അത് ദൈവത്തിന് മഹത്വമാണ്. അത് തിരുമഹത്വത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ല, നമ്മെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ ഏൽപ്പിക്കത്തില്ലയോ? പൗലോസിനെ ഏൽപ്പിച്ചതുപോലെ ആകാം. അത് അവിടെയും വരുന്നത് ദൈവം അനുവദിച്ചു എന്നുള്ളതാണ്. ദൈവം അനുവദിക്കുമ്പോൾ പരിധിയുണ്ട്. ഇന്നതേ ആകാവൂ, ഇത്രയേ ചെയ്യാവൂ, അത്രയേ അവൻ ചെയ്യത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് അവന് ചെയ്യാൻ ഒക്കത്തില്ല. ഇയ്യോബിന് അനുവദിച്ചതുപോലെ പൊക്കോ, അവനെ തൊടരുത്. തൊട്ടില്ലല്ലോ. എന്നാ അവനെ തൊട്ടോ? പ്രാണനെ തൊടരുത്, ജീവനെ തൊട്ടില്ലല്ലോ. അനുവദിക്കപ്പെട്ടത് മാത്രമേ ഉള്ളൂ. അതിൻ്റെയും കൺട്രോൾ, അതിൻ്റെയും നിയന്ത്രണം ദൈവത്തിൽ തന്നെയാണ്. അതിനനുവദിച്ച സമയമുണ്ട്, അതിനനുവദിച്ച പരിമിതിയുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ സാത്താന്യ ശക്തികൾക്ക് സാധ്യമല്ല. പക്ഷെ നമുക്ക് ഇന്നും പലർക്കും ഭയമാണ്. സാത്താനെ ഭയങ്കര പേടിയാ. അതിന്റെ ആവശ്യമേ ഇല്ല. ഹീസ് എ ഡിഫീറ്റഡ് ഫോ.
അവൻ പരാജയപ്പെട്ട ശത്രുവാണ്. അവർ ക്യാപ്റ്റൻ ഈസ് ദ കോൺകറർ. നമ്മുടെ നായകൻ ജയാളിയാണ്. സ്തോത്രം. അപ്പോൾ ബാക്കി ഭാഗം കർത്താവ് വന്നില്ലെങ്കിൽ നാളെയാകാം. സമയം അല്പം മുൻപോട്ട് പോയെന്ന് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നമുക്ക് അധികാരം തന്ന നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവനായി നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് ഉയർപ്പിന്റെ ശക്തിയാൽ നമ്മെ നിറച്ച് ജയത്തോടെ വീണ്ടും നടത്തും. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.